ചാർലി പതുക്കെ അവളുടെ അടുത്തേക്ക് കട്ടിലിനരികിലേക്ക് നീങ്ങി. അവൻ അവളെ തന്നെ നോക്കുകയായിരുന്നു. അവളുടെ വിറയ്ക്കുന്ന ചുമലുകൾ അവൾ ഇപ്പോഴും ഉള്ളിൽ കരയുകയാണെന്ന് വിളിച്ചു ഊതുന്നുണ്ടായിരുന്നു. ഷീതു, ചാർലി വളരെ പതുക്കെ അവളെ വിളിച്ചു. നീ നീ എന്നെ വെറുക്കുന്നുണ്ടല്ലേ? അവൻ്റെ ശബ്ദം വിറച്ചു. അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല. നിനക്കെന്നോട് ദേഷ്യമുണ്ടാകും, അത് സ്വാഭാവികമാ. നിന്റെ ഇച്ചായൻ നിന്റെ മുന്നിൽ വലിയൊരു പാപം ചെയ്തവനാ. പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം. അന്ന് ആ രാത്രിക്ക് ശേഷം ഇന്ന് വരെ ഈ കൈകൾ കൊണ്ട് നിന്നെ തൊട്ടിട്ടുണ്ടെങ്കിൽ, നിന്നെ എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു തരിമ്പ് പോലും കള്ളം ഉണ്ടായിരുന്നില്ലടി. എൻ്റെ പ്രാണനായിരുന്നു നീ. അവൻ ദയനീയമായി അവളെ നോക്കി പറഞ്ഞു. അത് കേട്ടതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അതുകൊണ്ടാണോ ഞാൻ ഇവിടേക്ക് വന്നതിന് ശേഷം ഇച്ചായൻ മദ്യം കൈകൊണ്ട് തൊടാഞ്ഞത്? അവൾ നിറകണ്ണുകളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അതിന് എന്തു മറുപടി പറയണമെന്ന് അവൻ അറിയില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതൊന്നും അല്ലായിരുന്നു കാരണം. അവളുടെ വയറ്റിൽ ആദത്തിന്റെ കുഞ്ഞ് വളരുന്നുണ്ടെന്ന് അറിഞ്ഞ ആ നിമിഷം മുതൽ താൻ സ്വയം മാറാൻ ശ്രമിക്കുകയായിരുന്നു. മദ്യത്തിന്റെ സ്മെല്ലോ ഒന്നും തന്നെ കുഞ്ഞിനെയോ അവളെയോ ബാധിക്കരുതെന്ന് തനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം അതിനുശേഷം താൻ മദ്യം കൈകൊണ്ട് പോലും തൊടാഞ്ഞത്. ആദം അന്ന് മദ്യത്തിന്റെ പുറത്താണ് അവളെ ഒറ്റയ്ക്ക് പള്ളിയിൽ നിന്നും പറഞ്ഞു വിട്ടത്. അന്നവൾ എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടെന്ന് താൻ നേരിട്ട് കണ്ടതാ. അവൾ ഒരിക്കലും സങ്കടപ്പെടാൻ പാടില്ല ഒന്നിൻ്റെ പേരിലും. അത് തനിക്ക് നിർബന്ധമായിരുന്നു. അവൾക്ക് വേണ്ടി മാത്രം മാറിയവൻ അതായിരുന്നു പുലിക്കളത്തിൽ ചാർലി. ചാർലി ഒരു പുഞ്ചിരിയോടെ അത് ഓർത്തു. ഇച്ചാൻ എന്താ ഒന്നും മിണ്ടാത്തത്? അവൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടാഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അവളുടെ ചുവന്നു കലങ്ങിയ ആ കണ്ണുകളിൽ വല്ലാത്തൊരു ഭാവമായിരുന്നു. മോളെ. അവൻ അവളുടെ അരികിലേക്കിരുന്നു. എനിക്ക് എനിക്ക് ദേഷ്യമാണോ സങ്കടമാണോ എന്ന് അറിയില്ല ഇച്ചായ. ഷീതുവിൻ്റെ ശബ്ദമിടറി. എൻ്റെ സമ്മതമില്ലാതെ അന്ന് എന്നെ സ്വന്തമാക്കിയിട്ട് ആ സത്യം ഇത്രയും കാലം നീ എന്നിൽ നിന്ന് മറച്ചു വെച്ചില്ലേ ഇച്ചായ? എത്ര വർഷമായി ഞാൻ ഇച്ചാൻ്റെ കൂടെ കൂടിയിട്ട്. ഇവളെ അയാളുടെ കുഞ്ഞാണെന്ന് പറഞ്ഞു കരയുന്ന ഓരോ നിമിഷവും എൻ്റെ കൂടെ ഇരുന്ന് ആശ്വസിപ്പിച്ചവനല്ലേ ഇച്ചായൻ? എപ്പോഴെങ്കിലും ഒരു തവണ എന്നോട് പറഞ്ഞുകൂടായിരുന്നോ ഇവൾ അയാളുടെ കുഞ്ഞല്ലെന്ന്? ഇവൾക്ക് അവകാശം പറഞ്ഞു വരാൻ ആരുമില്ലെന്ന്? ഇത്ര രാത്രികളിൽ ഞാൻ അയാളെ പേടിച്ച് ഉറങ്ങാതിരുന്നിട്ടുണ്ട്. ഇവളെ കൊണ്ടുപോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം നേരിട്ട് കണ്ടവനല്ലേ ഈ ചായൻ? ഒരൊറ്റ തവണയെങ്കിലും എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? എല്ലാവരും പറയുന്നു അതൊരു അബദ്ധമാണെന്ന്. ഈ സുയിച്ചായൻ്റെ കുഞ്ഞായതുകൊണ്ട് ഞാൻ സന്തോഷിക്കണമെന്ന്. പക്ഷേ ഓരോന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട് ചായ. അവളുടെ ഹൃദയം വിങ്ങി. എനിക്കറിയാം മോളെ, ഞാൻ നിന്നോട് ചെയ്തത് വലിയൊരു തെറ്റാണെന്ന് എനിക്കറിയാം. നീയെന്നല്ല, ആത്മാഭിമാനമുള്ള ഒരു പെണ്ണും അതൊന്നും ക്ഷമിക്കില്ല. നീ എനിക്ക് തരുന്ന ഏത് ശിക്ഷയെ ഏൽക്കാൻ ഞാൻ തയ്യാറാണ്. ചാർലി സ്വയം കുറ്റം മുഴുവൻ അവനിൽ ചാർത്തി. അവളുടെ സങ്കടം മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു. താൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന് ഉറക്കെ വിളിച്ചു പറയാൻ അവൻ്റെ മനസ്സ് വെമ്പൽ കൊള്ളുന്നുണ്ടായിരുന്നു. പപ്പയോട് പറഞ്ഞതുപോലെ ആദത്തിന്റെ ഭീഷണിയിൽ നിന്നും അവളെ രക്ഷിക്കാൻ താൻ കെട്ടിയ ഒരു വേഷമാണിതെന്ന് അവളോട് തുറന്നു പറഞ്ഞാൽ അവൾ എന്നോട് ക്ഷമിക്കും, പഴയതുപോലെ പെരുമാറും. പക്ഷെ അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ആ ഒരു ചിന്തയുണ്ടായിരിക്കും. ആദം കുഞ്ഞിനെ തിരക്കി വരുമോ എന്നുള്ള ഭയം ഉണ്ടായിരിക്കും. തൻ്റെ ആത്മാഭിമാനത്തേക്കാൾ തനിക്ക് പ്രധാനം അവളുടെ സമാധാനമാണ്. ആദത്തിന്റെ ചോരയല്ല ഈ കുഞ്ഞെന്ന ആശ്വാസം അവൾക്ക് എന്നും ഉണ്ടാവണം. ഇനി ആ ഒരു കാര്യത്തിനെക്കുറിച്ച് ഓർത്ത് അവൾ വിഷമിക്കാൻ പാടില്ല. അതവന് നിർബന്ധമായിരുന്നു. ഇച്ചായ, എൻ്റെ മകൾക്ക് അവളുടെ സ്വന്തം അപ്പനെ കിട്ടി. അയാൾ ഇനി ഒരിക്കലും എൻ്റെ കുഞ്ഞിന് അവകാശം ചോദിച്ചു വരില്ല. ആ ഒരു കാര്യത്തിൽ എനിക്ക് ജീവിതകാലം മുഴുവൻ സന്തോഷിക്കാം. അതിലെനിക്ക് സമാധാനമുണ്ട്. പക്ഷേ ഇച്ചായനോട് പണ്ടത്തെ പോലെ ചിരിക്കാൻ, പഴയതുപോലെ സ്നേഹത്തോടൊന്ന് വന്ന് കെട്ടിപ്പിടിക്കാൻ എൻ്റെ മനസ്സിന് കുറച്ച് സമയം വേണം. ഈ നെഞ്ചിലെ മുറിവ് പതുക്കെയെങ്കിലും ഉണങ്ങണ്ടേ? അവളുടെ ആ ചോദ്യം ചാർലിയുടെ ഹൃദയത്തിൽ തറച്ചു കയറുന്നത് പോലെ അവന് തോന്നി. അപ്പോൾ നീ എന്നോട് പഴയതുപോലെ പെരുമാറില്ലെന്നാണോ പറയുന്നത്? അവൻ ആ ചോദ്യം അറിയാതെ ചോദിച്ചു പോയി. എനിക്ക് കുറച്ച് സമയം വേണം ഇച്ചായ, എല്ലാം മറക്കാനും പൊറുക്കാനും. അവൾ തല താഴ്ത്തി വെച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു. അവനതിന് മറുപടി ഒന്നും തന്നെ പറഞ്ഞില്ല. അവൾ തന്നോടൊരു ഡിസ്റ്റൻസ് ഇടുന്നത് പോലെ അവന് തോന്നി. അതവൻ്റെ ഹൃദയത്തെ വല്ലാതെ മുറിവേൽപ്പിക്കുന്നുണ്ടായിരുന്നു. നീ കിടന്നോ, അതും പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകാൻ തുടങ്ങി. പെട്ടെന്നാണ് അവൻ്റെ കയ്യിൽ പിടിവീണത്. ഇച്ചായൻ എവിടെ പോന്നു? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എനിക്ക് എനിക്ക് ഉറക്കം വരുന്നില്ല, ഞാൻ ബാൽക്കണിയിലുണ്ടാകും. അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞുകൊണ്ട് പിടിച്ചിരുന്ന കൈകളെ വിടിയിച്ചു. അപ്പോൾ ഞാനിന്ന് ഉറങ്ങുമെന്നാണോ ഇച്ചായൻ കരുതുന്നത്? അവൾ തിരികെ അവനോട് ചോദിച്ചു. എൻ്റെ സാമീപ്യം ചിലപ്പോൾ നിനക്ക് ഇറിറ്റേഷനായിട്ട് മാറിയാലോ? അതുകൊണ്ട് ഞാൻ പുറത്തു പോയി നിൽക്കാം, നീ ഉറങ്ങിക്കോ. അവൻ വീണ്ടും അവളെ നോക്കി മറുപടി പറഞ്ഞു. അപ്പോൾ എന്നും ഞാൻ ഉറങ്ങുന്നത് വരെ പുറത്തു പോയി നിൽക്കാനാണോ ഇച്ചായൻ്റെ പ്ലാൻ? ആ ചോദ്യത്തിൽ കുറച്ച് ദേഷ്യം ഉണ്ടായിരുന്നു അവൾക്ക്. എന്നാൽ അതിനവൻ മറുപടി ഒന്നും തന്നെ പറഞ്ഞില്ല, അവളുടെ മുഖത്തേക്കൊന്ന് നോക്കുകയല്ലാതെ. മോളെ. ചാരിക്കിടന്ന വാതിലിൽ ചെറുതായി മുട്ടിക്കൊണ്ട് അവൻ്റെ മമ്മി വിളിച്ചു. അത് കേട്ട് ചാർലി ചെന്ന് വാതിൽ തുറന്നു. കുഞ്ഞിന് നിങ്ങളുടെ കൂടെ കിടക്കണമെന്ന് വാശി പിടിക്കുക.
അവർ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ചാർലി പെട്ടെന്ന് ഇസുവിനെ അവരുടെ കയ്യിൽ നിന്നും വാങ്ങി. മമ്മി അവളുടെ മുഖത്തേക്ക് നോക്കി. കരച്ചിലൊന്ന് കെട്ടടങ്ങിയിട്ടുണ്ടെങ്കിലും അവളുടെ മുഖം കരഞ്ഞു വാടി തളർന്ന് ഒരുമാതിരി ഇരിക്കുകയായിരുന്നു. അത് കണ്ടതും അവർക്ക് വല്ലാത്ത സങ്കടം തോന്നി. ചാർലി ഒന്ന് നോക്കിയതിനു ശേഷം അവർ വാതിലടച്ച് അവിടെ നിന്നും പോയിരുന്നു. അപ്പേ, കുഞ്ഞ് അവനെ നോക്കി വിളിച്ചു. എന്താ കുഞ്ഞാ? അവനും സ്നേഹത്തോടെ അവളെ ചേർത്ത് പിടിച്ചു. അവൻ കുഞ്ഞിനെയും കൊണ്ട് കട്ടിലിന്റെ അടുത്തേക്ക് വന്നു. ശേഷം കുഞ്ഞിനെ അവിടെ കിടത്തി. ഷീതു, നീ കുഞ്ഞിനെ ഉറക്കാൻ നോക്ക്, ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് വരാം. അവൻ പറഞ്ഞതും അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല. അവളെ ഒന്ന് നോക്കിയതിനു ശേഷം അവനും പുറത്തേക്കിറങ്ങി. നേരെ പോയത് ബാൽക്കണിയിലേക്കായിരുന്നു. തണുത്ത കാറ്റ് വന്ന് മുഖത്തടിക്കുമ്പോൾ കൈവരയിൽ പിടിച്ച് ചാർലി ആകാശത്തേക്ക് നോക്കി നിന്നു. ഇതുവരെയും തന്റെ ജീവിതത്തിൽ നടന്ന ഓരോ കാര്യങ്ങളും ആലോചിക്കുകയായിരുന്നു ചാർലി. അന്ന് അവളെ മയക്കത്തിൽ സ്വന്തമാക്കിയെന്ന് പറഞ്ഞ് ആ ദിവസത്തിലേക്ക് ചാർലിയുടെ മനസ്സ് ഒന്നുകൂടി കടന്നുപോയിരുന്നു. ആദത്തിനെ പറഞ്ഞു മനസ്സിലാക്കുവാനും വിശ്വസിപ്പിക്കാൻ വേണ്ടി താൻ പറഞ്ഞ ഒരു വലിയ കള്ളത്തരം. എന്നാൽ അന്ന് നടന്ന സത്യാവസ്ഥയായിരുന്നു അവന്റെ മനസ്സിൽ കൂടി ആ നിമിഷം കടന്നുപോയത്. അന്ന് അവൾ പനിച്ചു വിറച്ച് കിടക്കുകയായിരുന്നു. എന്നെ വിട്ടിട്ട് പോവല്ലേ, എനിക്ക് പേടിയാ, അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ഞാൻ നിന്നെ വിട്ടു പോവില്ല ഷീതു. ചാർലി പ്രണയത്തോടെയും വാത്സല്യത്തോടെയും അവൾക്ക് മറുപടി നൽകി. ഉറക്കത്തിലെന്ന പോലെ അവളൊന്ന് പുഞ്ചിരിച്ചു. എനിക്ക് തണുക്കുന്നു, പാതി ബോധത്തോടെ അവൾ പറഞ്ഞു. പിന്നെ അവൻ ഇട്ടിരുന്ന ഷർട്ടിന്റെ കോളറിൽ മുറുക്കെ പിടിച്ചു. അവൾ പിടിച്ചിരിക്കുന്ന അവന്റെ ഷർട്ടിലേക്കും ശേഷം അവളുടെ മുഖത്തേക്കും അവൻ നോക്കി. ആ നിമിഷം ചാർലിയുടെ മനസ്സിൽ അവളോട് പ്രണയവും കരുതലും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ രാത്രി മുഴുവൻ അവൻ അവളുടെ അരികിൽ ഒരു കാവൽക്കാരനെ പോലെ ഇരിക്കുകയാണ് ചെയ്തത്. ഉറക്കത്തിൽ അവൾ കാണിച്ച ഓരോ അസ്വസ്ഥതകളും അവളുടെ കൈകൾ ചേർത്ത് പിടിച്ച് അവൾക്ക് ധൈര്യം നൽകുക മാത്രമാണ് അവൻ ചെയ്തത്. ഒരു മദ്യവും അവനിലെ നിയന്ത്രണം തെറ്റിച്ചില്ല. അവളോട് തോന്നിയ ഒരു പ്രണയവും അവന്റെ വികാരങ്ങളെ കീഴ്പ്പെടുത്തിയില്ല. ഒരു യഥാർത്ഥ കാമുകനെ പോലെ അവൻ അവളെ തന്റെ നെഞ്ചോട് ചേർത്ത ആ ഒരു ദിവസം മുഴുവൻ സംരക്ഷിച്ചു. അവളിൽ നിന്നും ഒന്നും സ്വന്തമാക്കാൻ അവൻ ശ്രമിച്ചിരുന്നില്ല. അതിനവൻ ഒരിക്കലും കഴിയില്ലായിരുന്നു. കാരണം ചാർലിക്ക് സ്നേഹമെന്നാൽ ശരീരമായിരുന്നില്ല, അവളുടെ ജീവനായിരുന്നു. അവൻ തറയിലേക്കിരുന്നു. അവൾ അവന്റെ കൈ അവളുടെ മുഖത്തോട് ചേർത്ത് വെച്ച് കിടന്നുറങ്ങിയായിരുന്നു. അവളെ ശല്യപ്പെടുത്താൻ അവന് തോന്നിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ തറയിലേക്കിരുന്ന് കൈകൾ അങ്ങനെ തന്നെ അവൾക്ക് വെച്ചു കൊടുത്തു. ശേഷം കട്ടിലേക്ക് തലവെച്ച് അവനും മയങ്ങിപ്പോയിരുന്നു. പിറ്റേന്ന് തന്റെ കയ്യിൽ വല്ലാത്ത ചൂട് പോലെ തോന്നിയതും അവൻ കണ്ണു തുറന്നു നോക്കി. അവളുടെ ശരീരമാകെ ചുട്ടു പൊള്ളുന്നുണ്ടായിരുന്നു. തലേന്ന് കഴിച്ച മദ്യത്തിന്റെ മണം അവനിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി ഫ്രഷായി. ശേഷം തിരികെ വന്ന് അവളുടെ ശരീരത്തിൽ തൊട്ടു നോക്കി. അപ്പോഴും അവൾ പനിച്ചു കിടക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ അവളെ കൈകളിൽ കോരിയെടുത്ത് അവൻ താഴേക്ക് നടന്നു. എന്നാൽ ഇന്ന് ആദത്തിന്റെ കയ്യിൽ നിന്നും ഷീതുവിനെ എന്നേക്കുമായി മോചിപ്പിക്കാൻ ചാർലിക്ക് ഒരു വലിയ കള്ളം തന്നെ പറയേണ്ടി വന്നു. പഴയ കാര്യങ്ങൾ ഓരോന്നാലോചിച്ചതും അവന്റെ കണ്ണിൽ നിന്നും രണ്ടു തുള്ളി കണ്ണുനീർ പൊഴിഞ്ഞിരുന്നു. പെട്ടെന്നാണ് പുറകിലൊരു കാൽപെരുമാറ്റം കേട്ടത്. ചാർലി വേഗം കണ്ണുകൾ തുടച്ച് തിരിഞ്ഞു നോക്കി. ഷീതുവായിരുന്നു. കുഞ്ഞുറങ്ങി, ഇച്ചായൻ റൂമിൽ വന്ന് കിടക്ക്. ആരെ തോപ്പിക്കാനാ ഈ തണുപ്പത്ത് ഇവിടെ വന്ന് നിൽക്കുന്നത്? ഷീതുവിന്റെ ആ ശബ്ദത്തിൽ പഴയ കാഠിന്യം ഉണ്ടായിരുന്നില്ല. പകരം ആ സമയത്ത് ഒരു ഭാര്യയുടെ കരുതലുണ്ടായിരുന്നു. ഞാൻ ആരെ തോപ്പിക്കാനാ? സ്വയം തോൽക്കാനാ എനിക്ക് എപ്പോഴും ഇഷ്ടം. അവൻ ചെറുതായി പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. എന്നാൽ അവൻ അങ്ങനെ പറയുന്നത് കേട്ടിട്ട് അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല. ഞാൻ ഞാൻ വരാം മോളെ, നീ കിടന്നോ. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഇല്ല, ഇച്ചായൻ റൂമിൽ വന്ന് കിടക്കാതെ ഞാൻ ഉറങ്ങില്ല. അവളും വാശിയോട് അവന്റെ മുഖത്തേക്ക് നോക്കി. അവളോട് വെറുതെ വഴക്കുണ്ടാക്കണ്ട എന്ന് കരുതി, അവളെ വെറുതെ വാശി കയറ്റണ്ട എന്ന് കരുതി അവൻ ഒന്നും മിണ്ടാതെ നടന്നു. അവൻ മുറിയിലേക്ക് വരികയാണെന്ന് മനസ്സിലാക്കിയ അവളും അവന്റെ പുറകെ തന്നെ മുറിയിലേക്ക് പോയിരുന്നു. അവൻ റൂമിലേക്ക് ചെന്നതും അവൾ കുഞ്ഞിനെ നടുവിൽ കിടത്തിയതിനു ശേഷം ഒരു സൈഡിലേക്ക് പോയി കിടന്നു. അവൾക്ക് എത്രത്തോളം തന്നിലേക്ക് അടുക്കാൻ മടിയുണ്ടെന്ന് ചാർലിക്ക് ആ ഒരു ഒറ്റ കാര്യം കൊണ്ട് തന്നെ മനസ്സിലായി. ശരീരം കൊണ്ട് ഇരുവരും ഒന്നായ ആ നാൾ മുതൽ അവന്റെ ചൂട് കിട്ടാതെ അവൾ ഉറങ്ങില്ലായിരുന്നു. കുഞ്ഞിനെ ഒരു സൈഡിലേക്ക് കിടത്തി അവനെ ചുറ്റിപ്പിടിച്ച് നടുവിൽ കിടക്കുന്നത് എപ്പോഴും അവളാണ്. എന്നാൽ ഇന്ന് അതിന് വിപരീതമായി അവൾ ഒരു സൈഡിലേക്ക് മാറിക്കിടക്കുന്നത് കണ്ട് ചാർലി ഒന്ന് പുഞ്ചിരിച്ചു. തോറ്റുപോയവന്റെ പുഞ്ചിരി. ലൈറ്റ് അടച്ചതിന് ശേഷം മറു സൈഡിലേക്ക് അവനും ചെന്ന് കിടന്നു. ആ രാത്രി ഉറക്കം എന്നൊരു കാര്യം അവരെ രണ്ടുപേരെയും തിരിഞ്ഞു നോക്കിയിരുന്നില്ല.